ഇറ്റ്സ് മീ വീണ. അപ്പൊ ഇന്നത്തെ ഇൻട്രോ കേട്ടല്ലോ, ഞാൻ കുഞ്ഞുമണിയാണ് എന്ന് ഇൻട്രോ തരുന്നത്. കുഞ്ഞുമണിന്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു കുക്കിംഗ് വ്ലോഗ് ആണ്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് സ്പഗറ്റി പാസ്ത ഉണ്ടാക്കുകയാണ് കേട്ടോ. മഴയൊക്കെ ഇങ്ങനെ ഉണ്ട് ഗായ്സ്, എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കും കേട്ടോ. ഇവിടെയും മഴയാണ്, ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് സൗണ്ട് കേട്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പാസ്ത വേവിക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു നുള്ളുപ്പും പിന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത്. പാസ്ത ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാവേ. ഇതിന്റെ ഒരു വേവ് എന്ന് പറയുന്നത് 8 മുതൽ 10 മിനിറ്റ് വരെയാണ് കേട്ടോ. ഞാൻ 8 മിനിറ്റ് ആണ് ഇവിടെ വേവിച്ചിട്ടുള്ളത്, ഒരു ക്രഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പാസ്ത വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു സോസ് ഉണ്ടാക്കാവേ. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള തക്കാളിയാണ്. തക്കാളിയും കുറച്ച് വെള്ളവും ഉപ്പുമാണ്. പിന്നെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാവേ. അപ്പോൾ ഒരു 8 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാസ്തയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതൊന്ന് ഊറ്റിയെടുക്കാവേ. ഇതൊന്ന് ഊറ്റിയെടുത്തതിന് ശേഷം കുറച്ച് തണുത്ത വെള്ളവും കൂടെ ഒഴിക്കാവേ. അത് പാസ്ത ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നമുക്ക് സഹായിക്കേ. അങ്ങനെ തണുത്ത വെള്ളമൊക്കെ വെച്ച് നമ്മുടെ പാസ്ത ഇവിടെ സെറ്റ് ആക്കി നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാവേ. അതിനായിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കൂടുതലും വെജിറ്റബിൾ ഓയിലൊക്കെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാവേ. ഇതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ക്യാരറ്റ് ആണ്, ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി നമുക്ക് ഈ ക്യാരറ്റും കൂടി ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാവേ. ഈ ക്യാരറ്റ് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച ടൊമാറ്റോ പ്യൂരി ഇല്ലേ, നമുക്ക് അതും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവേ. അത് ആ ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്തിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ചില്ലി ഫ്ലേക്സും നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുമാണ്. ഇതൊന്ന് കുറുകി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ. പിന്നെ ഇത് നമ്മൾ അത്യാവശ്യത്തിന് കുറുകിയിട്ടുണ്ട് കേട്ടോ. ഇത് കുറുകി വരുമ്പോഴേ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പാസ്ത ഇല്ലേ, അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇതിലേക്ക് പിന്നെ നിങ്ങൾക്ക് വെള്ളം ആഡ് ചെയ്യണം തോന്നുവാണെങ്കിൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പാസ്തയുടെ വെള്ളമില്ല, അത് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. പിന്നെ അതെല്ലാം കൂടി ഇട്ടൊന്ന് നമുക്ക് ഇതൊന്ന് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ചീസ് ആണ്. ചീസ് ഒരു 3 സ്ലൈസിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചീസും കൂടി ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്ക് ഇതിലേക്ക് വഴറ്റി കൊടുക്കാവേ, അതൊന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇതിലേക്ക് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാവേ. അതേ കണക്കാണ് ഒർഗാനോ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാത്തത്. അങ്ങനെ നമ്മുടെ പാസ്ത ഇവിടെ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്, നമ്മുടെ സ്പഗറ്റി പാസ്ത. അപ്പൊ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. സത്യം പറയാലോ ഗായ്സ്, എനിക്കിത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഇതിന്റെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. പിന്നെ ഫ്രഷ് ക്രീം ഒക്കെ ആഡ് ചെയ്യണം കേട്ടോ. അതും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്യാത്തത്. അതൊക്കെ ഓപ്ഷനിലാണ്. എനിക്ക് ഇതിന്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമല്ല കേട്ടോ, ഫ്രഷ് ക്രീമിന്റെ ഒന്നും ടേസ്റ്റ്. അപ്പൊ ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പിന്നെ ഇത് പ്രസനത്തിന് കാണിക്കുന്നതാണ് ഗായ്സ്, പ്രസനത്തിന്. സാധനം ഉണ്ടാക്കിയിട്ട് അത് കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് തന്നെ ഞാൻ പറയാം കേട്ടോ. നമ്മൾ എന്തിനാണ് കള്ളം പറഞ്ഞത് നല്ലതാന്നൊക്കെ പറയുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെയും കുറച്ച് ഞാൻ കഴിച്ചത് നമ്മൾ ടൊമാറ്റോ സോസ് ഇതിനകത്ത് ആഡ് ചെയ്തായിരുന്നു കേട്ടോ. അത് ആഡ് ചെയ്ത് കഴിച്ചപ്പോഴത്തേക്കും പിന്നെയും കുറച്ചുകൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് കഴിച്ചപ്പോൾ അല്ലാതെ ഒട്ടും കൊള്ളത്തില്ല. എന്നാലും ഒരുപാട് എനിക്ക് കഴിക്കാൻ തോന്നിയില്ല കേട്ടോ. ഇതൊക്കെ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടായി കഴിച്ചോ ഗായ്സ്, ഞാൻ ഇനി ഇതുണ്ടാക്കുന്നേ ഇല്ല. അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗ് ഇതൊക്കെയായിരുന്നു. അപ്പൊ ചാനൽ എല്ലാ കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നാളെ അടുത്ത വീഡിയോ വരാൻ